പുരുഷനായിരിക്കുന്നതുകൊണ്ട് തന്നെ പല കാര്യത്തിലും നമ്മൾ അടിച്ചു നിന്നില്ലെങ്കിൽ പ്രയാസം തന്നെയാണ്. മൈത്രേയൻ തന്നെ ഡോമിനേറ്റ് ചെയ്യുന്ന ആളാണ്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ആശയപരം ഇപ്പോൾ അത് ഞാൻ ഐറിസിനോട് വരുമ്പോൾ പറയുകയും ചെയ്തു, മൈത്രേയൻ കൂടുതൽ പറയാൻ സ്പേസ് കൊടുക്കരുത്, എനിക്കും അതുപോലെ സ്പേസ് തരണമെന്ന് പറഞ്ഞതാണ്. അത് വെറുതെ ഒന്നുമല്ല. അത് തന്നെ ഞങ്ങൾ ആദ്യത്തെ ദിവസം കണ്ട ദിവസം മുതൽ നമ്മൾ ഭയങ്കരമായിട്ട് അടിവയ്ക്കുന്ന ആൾക്കാരാണ്. എന്നുവെച്ചാൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളത്. ഇപ്പം നേരത്തെ നാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞതിലൊക്കെ എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുള്ള ആളാണ്. പല കാര്യങ്ങളിലും എല്ലാം മൈത്രേയൻ പറയുന്ന അതുപോലെ ഫോളോ ചെയ്യുന്ന ആളൊന്നുമല്ല. എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രമൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ആർഗ്യൂ ചെയ്യുകയും എല്ലാം ചെയ്യുന്നതാണ്. ചെയ്യുന്ന സമയത്ത് ഞാൻ ജനാധിപത്യപരമായിട്ടല്ല, മൈത്രേയൻ എനിക്ക് സ്പേസ് തന്നില്ലെങ്കിൽ ഞാൻ ചോദിക്കും. അപ്പോൾ ആ സമയത്ത് വിഷമം ഉണ്ടാകുന്നെങ്കിൽ അത് പറയും. അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ എപ്പോഴും നമ്മളിങ്ങനെ വളരെ തുല്യമായിട്ടിരുന്ന് പറ്റൂല. അപ്പോൾ അതിൽ മൈത്രേയൻ പറയുന്ന ആർഗ്യുമെൻ്റ്, മൈത്രേയൻ പറയുന്ന കാര്യം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് മൈത്രേയൻ്റെ സിൻസിയറിറ്റിയാണ്. ആ ആശയത്തോടുള്ള സിൻസിയറിറ്റി കൊണ്ടാണ് മൈത്രേയൻ അത് സ്ഥാപിച്ചെടുക്കുക. മൈത്രേയൻ എന്നല്ല, ആരും സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ എൻ്റെ ആർഗ്യുമെൻറ്റ് മുന്നോട്ട് വരുന്നില്ല, എനിക്ക് വിഷമമൊക്കെ ഉണ്ടാകും. അതിനെന്താ, മനുഷ്യർക്ക് വിഷമിച്ചൂടെ? വിഷമിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്ന പോലല്ല. എൻ്റെ വീട്ടിനകത്ത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു 10-15 പേരെങ്കിലും കാണുമായിരുന്നു. ഇവരെ മുഴുവൻ ജയശ്രീ സംഘടിപ്പിച്ചിട്ടാണ് എല്ലാ ചർച്ചയും നടത്തുന്നത്. അവരെല്ലാവരും കൂടി ജയശ്രീയുടെ കൂടെ നിൽക്കും. അന്നെല്ലാം പരാജയപ്പെടുത്തുന്ന സംശയമൊന്നുമില്ല. എൻ്റെ വീട്ടിലൊക്കെ ജനിച്ചിട്ട് ജനാധിപത്യപരമായി പെരുമാറാനൊന്നും ഒരു കാലത്തും പറ്റത്തില്ല. അത് ഞാൻ എന്നെ വളർത്തിയെടുത്ത അങ്ങനെ അല്ലായിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. ഞാൻ ജയശ്രീയും തമ്മിൽ 20 വർഷം ഒന്നിച്ച് ജീവിക്കുന്ന ആ മുഴുവൻ സമയത്തും ജയശ്രീ പറയട്ടെ, ഞാൻ മോശമായി പെരുമാറിയിട്ടുണ്ടെന്നുണ്ട്. ജനാധിപത്യ വിരുദ്ധമായിട്ട് ഈ പറയുന്ന ബഹളം വെച്ച് ഈ തൊണ്ടയൊക്കെ ശബ്ദമൊക്കെ ഉയർന്നു പോവും, കയ്യും കാലും ഒക്കെ എടുത്ത് ഞാനത് ജയശ്രീയോട് മാത്രമൊന്നും അല്ല, ഈ കാണുന്ന എല്ലാ മനുഷ്യരോടും ചെയ്തു പോകുന്നതാണ്. അത് എന്നെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കരുത്, അത്രയാണ് എനിക്ക് പറയാനൊക്കുന്നത്. ഉണ്ടാക്കിയതിന് ശേഷം ഈ കതിരിൽ വളം വെക്കുന്ന പണിയാണ് ഞാൻ എൻ്റെ കൊണ്ട് ചെയ്തിട്ടുള്ളത്. അത് അത്രയൊക്കെ കഴിയൂ. അത് ഒരു സൈഡാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഇതുപോലുള്ളൊരു വേദിയിൽ ജയശ്രീ ഇതുപോലെ ലൗഡ് സ്പീക്കർ എടുത്തിട്ട് എന്നെ വിമർശിച്ചിട്ടുണ്ട് ഈ ഒന്നിച്ച് ജീവിക്കുമ്പോഴും. അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തുകൊണ്ട് ജയശ്രീ ആ സ്റ്റേജ് വെച്ച് അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല ഇതുവരെ. കാരണം അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഞാൻ ബഹളം വയ്ക്കുന്നുകൊണ്ടാണെന്ന് തിരിച്ചറിയാനുള്ള വിവരം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഇപ്പോഴും ഒന്നിച്ചിരിക്കാനും ജീവിക്കാനും കഴിയുന്നത്. 2 പേരുള്ള വീടാണ് ഞങ്ങളുടേത്. അതെ, അത് തിരിച്ചറിയുന്നത് കൊണ്ടാണ്, മൈത്രേയനെ തിരിച്ചറിയുന്നത് കൊണ്ടാണ് വീണ്ടും നമുക്ക് തമ്മിൽ ബന്ധം നിലനിർത്താൻ പറ്റുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും കാണാത്ത പോലെ നമ്മൾ പിരിഞ്ഞേനെ.